അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പ്രിയപ്പെട്ട ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലെ കൂട്ടുകാരെ, അള്ളാഹു എല്ലാവർക്കും ഹൈർ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ നീറുന്ന വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ പടച്ച റബ്ബ് തീർത്ത് നല്ല സന്തോഷമുള്ളൊരു റാഹത്തുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അള്ളാഹു തീർത്ത് തരട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ 2-3 ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇൻഷാ അല്ലാഹ് സമയക്കുറവ് കൊണ്ടും സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ടുമാണ് വീഡിയോ ചെയ്യാത്തത്. ഇൻഷാ അല്ലാഹ് സമയത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ഓരോ വീഡിയോസൊക്കെ ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാട്ടിലില്ല, പല ആളുകൾക്കും വിളിച്ചിട്ട് കിട്ടാത്തത് നാട്ടിലില്ലാത്തത് കൊണ്ടാണ്, മലേഷ്യയിലാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, ഉസ്താദെ എത്ര ദുആ ചെയ്തു എന്നറിയോ, പക്ഷെ റബ്ബ് അങ്ങോട്ട് സ്വീകരിക്കണില്ല, അള്ളാഹു സ്വീകരിക്കുന്നില്ല. ഒരുപാട് ദുആ ചെയ്തു, എന്തൊക്കെ ചൊല്ലി പറയാനുണ്ടോ അതൊക്കെ ചെയ്തിട്ട് അള്ളാഹിനോട് ദുആ ചെയ്തിട്ടും പടച്ച റബ്ബ് അത് അങ്ങോട്ട് സ്വീകരിക്കണില്ല. അതെന്താണ് കാരണം? പല ആളുകളുടെയും സംശയമാണ്. ചില ആളുകൾക്ക് ഇതിൽ വിശ്വാസം വരെ നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിലാണ്. അള്ളാഹിനോട് പറഞ്ഞിട്ടും ദുആ ചെയ്തിട്ടും അള്ളാഹ് കേൾക്കണില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോടുള്ള വിശ്വാസം വരെ നഷ്ടപ്പെടുന്നു ചില ചെറുപ്പക്കാർക്കും. ഏതായിരുന്നാലും ദുആ സ്വീകരിക്കാത്തതിന് ചില കാരണങ്ങളുണ്ട്. നമുക്ക് ആ കാരണങ്ങളെക്കുറിച്ച് ഇന്ന് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ഒരു സൂഫി വര്യൻ ചോദിച്ചു, എന്താണ് ഞങ്ങൾ ദുആ ചെയ്തിട്ട് അള്ളാഹു സ്വീകരിക്കാത്തത്? നമുക്കുള്ളത് പോലെ ഒരു പരാതിയാണത്. നമ്മൾ ദുആ ചെയ്തിട്ട് എന്താണ് അള്ളാഹു സ്വീകരിക്കാത്തത്? അള്ളാഹ് അതിനെന്താണ് ഒരു മാറ്റം തരാത്തത്? അപ്പോൾ ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു 10 കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇത്തരം കാരണങ്ങളെ കൊണ്ടാണ് അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കാത്തത്. എന്താണ് ആ കാരണങ്ങൾ എന്ന് നമുക്കൊന്ന് പഠിച്ചാലോ? ഇൻഷാ അല്ലാഹ്. ഒന്നാമതായി ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയാം, എങ്കിലും നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുന്നില്ല. അതൊരു പ്രധാന കാരണമാണ് ദുആ സ്വീകരിക്കാതിരിക്കാൻ. നമുക്ക് അള്ളാഹിനെ കുറിച്ച് അറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളും ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് വ്യക്തമായി അറിഞ്ഞിട്ടും നമുക്ക് അള്ളാഹിനെ ഒരു പേടിയില്ല. ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹിനെ പേടിയില്ല. എന്ത് തെറ്റായിക്കോട്ടെ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഇത് ചെയ്യുന്ന സമയം നമുക്ക് അള്ളാഹുവിനോട് പേടി തോന്നാത്തതിൻ്റെ കാരണം അതെന്താ പറയുക? അത് ഈമാൻ്റെ കുറവാണ്. അത്തരം ആളുകളുടെ ദുആ അള്ളാഹു സ്വീകരിക്കില്ല. രണ്ടാമതായി ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, എങ്കിലും അതനുസരിച്ച് ജീവിക്കുന്നില്ല. അങ്ങനെയാണല്ലോ, ഖുർആൻ നമ്മളങ്ങനെ ഓതുന്നുണ്ട്, നമുക്ക് ആ ഓതുന്നതിനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല. എന്താണ് നമ്മൾ ഓതുന്നത് നമുക്കറിയില്ല. ഇനി അറിയുന്ന സൂറത്താണെങ്കിൽ പോലും അത് അർത്ഥമറിഞ്ഞ് ഓതുന്നുണ്ടെങ്കിൽ പോലും അതനുസരിച്ച് അത് പ്രവർത്തിച്ച് നമ്മൾ എന്താകുന്നില്ല, ജീവിക്കുന്നില്ല. അത് പഠിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്നില്ല. അത് അള്ളാഹുവിൻ്റെ ദുആക്ക് ഉത്തരം തട്ടിപ്പോകുന്ന ഒരു സംഭവമാണ്. അള്ളാഹു ദുആ സ്വീകരിക്കാതിരിക്കാൻ ഒരു കാരണമാണ്. മൂന്നാമതായി ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ പിശാച് നമ്മുടെ ശത്രുവാണെന്നറിയാം, അല്ലേ? ശൈത്വാൻ, പിശാച് നമ്മുടെ ശത്രുവാണെന്നറിഞ്ഞിട്ടും ആ പിശാചുമായി നമ്മൾ സമരപ്പെടുന്നു. അതുമായി നമ്മൾ സാമ്യതയോടുകൂടി പിശാചിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു. കള്ളു കുടിക്കാൻ പാടില്ലെന്ന് നമുക്കറിയാം, പിശാചിനനുസരിച്ച് ജീവിക്കുന്നവരുടെ ലക്ഷണമാണത്. തെറ്റുകൾ ചെയ്യുന്നത് മുഴുവൻ പിശാചിൽ നിന്നുള്ളതാണ്. പിശാചിൽ നിന്നും പിശാചിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ജീവിക്കുക, എന്നിട്ട് അള്ളാഹുവിനോട് തേടുക. അപ്പോൾ അള്ളാഹു നമ്മളെന്താവില്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരൂല. നാലാമതായി ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്ക് സ്നേഹമുണ്ട് എന്ന് നമ്മൾ പ്രസ്താവിക്കുന്നുണ്ട്, നമ്മൾ പറയുന്നുണ്ട്. മുത്തുനബിയോട് സ്നേഹമാണ്, ഹബീബ് നമ്മുടെ കരളിൻ്റെ കഷണമാണ്. ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൂടി മുത്തുനബി പഠിപ്പിച്ചു തന്ന ഒരു സുന്നത്തും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പാലിക്കുന്നില്ല. ചെറുതാകട്ടെ വലുതാകട്ടെ, മുത്തുനബി നമ്മളെ പഠിപ്പിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സുന്നത്തും നമ്മൾ മുറുകെ പിടിക്കുന്നില്ല. നഖം വെട്ടുന്നതിന് ദിവസങ്ങളുണ്ട്, അതുപോലെ തന്നെ തലമറക്കൽ സുന്നത്താണ്. അങ്ങനെ ഒരുപാട് സുന്നത്തുകളുണ്ട്, ചെറിയ ചെറിയ സുന്നത്തുകൾ, മിസ്വാക്ക് ചെയ്യൽ, അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് സുന്നത്തുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെന്ത് ചെയ്യുന്നില്ല, പ്രാബല്യത്തിൽ നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ല. അഞ്ചാമതായി പറയുന്നത്, നമ്മുടെ ഉദ്ദേശം സ്വർഗത്തിൽ കടക്കുക എന്നുള്ളതാണ്, അല്ലേ?
ജീവിച്ച് സുന്ദരമായി ജീവിച്ച് അള്ളാഹ്ക്ക് ഇബാദത്തെടുത്ത് നാളെ സുഖലോക സ്വർഗത്തിൽ നമ്മൾ കടക്കണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനു വേണ്ട ഒരു പ്രയത്നങ്ങളും നമ്മൾ ചെയ്യുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. അത്തരം ആളുകളുടെ ദുആ അള്ളാഹു സ്വീകരിക്കൂല. സ്വർഗത്തിൽ കടക്കണമെങ്കിൽ നിസ്കരിക്കണം, ഇബാദത്തെടുക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, നാവിനെ സൂക്ഷിക്കണം, രഹസ്യഭാഗങ്ങളെ സൂക്ഷിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ജീവിക്കാൻ. നമ്മുടെ ഉദ്ദേശം സ്വർഗത്തിൽ കടക്കലാണ്. എന്നാൽ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമവും നമ്മൾ എന്താകുന്നില്ല, നടത്തുന്നില്ല. എന്നിട്ട് നമ്മളിങ്ങനെ അള്ളാഹിനോട് ഇങ്ങനെ ദുആ ചെയ്യും. അത്തരം ദുആക്ക് അള്ളാഹു ഉത്തരം നൽകില്ല. ആറാമതായിട്ട് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ നരകത്തെ ഭയക്കുന്നുണ്ട് എങ്കിലും നരകത്തിൽ പ്രവേശിക്കാതിരിക്കാൻ എന്തൊക്കെ നമ്മൾ ഒഴിവാക്കണം അത് നമ്മൾ ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ നമ്മളെ നരകത്തിലേക്ക് നയിക്കും എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ ശരീരം വീണ്ടും 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 അതിലേക്ക് തന്നെ പോകുന്നു. അത്തരം ആളുകൾക്കുടെ ദുആ അള്ളാഹു ഉത്തരം നൽകുന്നില്ല. ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ അതൊക്കെ നമ്മുടെ ദുആനെ അള്ളാഹു സ്വീകരിക്കാതിരിക്കാൻ കാരണമായേക്കാം. നമ്മളിങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നമുക്ക് ഫലം കിട്ടണ്ടേ? അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഏഴാമതായിട്ട് മഹാനവറുകൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. മരണം അത് ഉറപ്പാണെന്ന് നമുക്കറിയാം, അല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളൊക്കെ മരിക്കും. ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇതിലെല്ലാം തികഞ്ഞവനാണ് എന്നല്ല, നമുക്കെല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. മരണം എന്തായാലും സംഭവിക്കും, ഒരു സംശയവും ആ കാര്യത്തിലില്ല. ആർക്കെങ്കിലും ആ കാര്യത്തിൽ സംശയമുണ്ടോ? ഇല്ല. പക്ഷെ എന്നിരുന്നാലും ആ മരണത്തിൻ്റെ മുന്നോടിയായി ഒരു മുന്നൊരുക്കം നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇപ്പോൾ ഞാൻ മലേഷ്യയിലാണുള്ളത്. ഈ മലേഷ്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് തയ്യാറെടുപ്പുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കണം, നമുക്ക് ഇവിടുത്തെ നിയമങ്ങളനുസരിച്ച് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ വസ്ത്രങ്ങൾ എടുത്തു വെക്കണം. അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ മുന്നൊരുക്കങ്ങൾ ചെയ്തിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഇതുപോലെ നിങ്ങളൊരു യാത്ര പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ മുന്നൊരുക്കം ചെയ്യും? ഡ്രസ്സ് നോക്കണം, ഡ്രസ്സ് അയൺ ചെയ്യണം, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തു വെക്കണം. യാത്ര പോകുമ്പോൾ വെള്ളക്കുപ്പി എടുത്തു വെക്കും, ഛർദ്ദിക്കുന്നവരാണെങ്കിൽ ഛർദ്ദിയുടെ മരുന്ന് എടുത്തു വെക്കും, തലവേദനയുടെ ഗുളിക എടുത്തു. ഇങ്ങനെ നമ്മളെല്ലാം ശ്രദ്ധിക്കാറുണ്ട്, അല്ലേ? ഇതുപോലെയാണ് മക്കളെ ഒരു മരണം എന്ന് പറയുന്നത്. അതൊരു യാത്രയാണ്. ഈ ദുനിയാവിലെ ജീവിതം നമുക്ക് കഴിഞ്ഞ് നമ്മൾ ശരിയായ ജീവിതത്തിലേക്ക് കടക്കുന്നതിൻ്റെ യഥാർത്ഥ ജീവിതത്തിൻ്റെ മുന്നോടിയായ ഒരു യാത്രയാണിത്. അപ്പോൾ ആ ഒരു യാത്രയ്ക്ക് നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. എങ്ങനെ ഒരുങ്ങണം? നമ്മുടെ ശരീരവും കൽബും നമ്മുടെ മനസ്സും എല്ലാം നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം. ഈമാനുള്ളവരാകണം, തെറ്റിൽ നിന്നും അകന്ന് നിൽക്കണം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമ്മളതൊന്നും എന്താകുന്നില്ല, ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. മരണത്തിന് നമ്മൾ മുന്നോടിയായിട്ടുള്ള ഒരു ഒരുക്കമില്ല. രാത്രി ഒന്ന് കിടന്നുറങ്ങുമ്പോൾ പടച്ച റബ്ബേ രാവിലെ എണീക്കുമെന്നുള്ള ഉറപ്പ് കാരണമാണ് ഉറക്കം കണ്ണിൽ വരുന്നത് വരെ നമ്മൾ മൊബൈൽ തോണ്ടിയിരിക്കണം, അല്ലേ? നേരം വെളുക്കുമ്പോൾ നമ്മൾ ഉണ്ടോ ഇല്ലയോ നമുക്ക് ചിന്തിക്കുന്നുണ്ടോ? എത്ര 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 ആളുകളാണ് രാത്രി കിടന്നുറങ്ങിയിട്ട് നേരം വെളുക്കുമ്പോൾ സൈലൻ്റ് അറ്റാക്കായി മരണപ്പെടുന്നത്? എത്ര എത്ര ആളുകളാണ്. പക്ഷെ അതൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മളതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണമുള്ളവരാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അള്ളാഹു നമ്മളെ ഈമാനുള്ളവരായി മരിപ്പിക്കട്ടെ. അള്ളാഹു നമുക്ക് ആയുസ്സും ആരോഗ്യവും തരട്ടെ. അപ്പോൾ അങ്ങനെയൊരു കാര്യം. എട്ടാമതായി നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പരിശോധിക്കുന്നില്ല. എത്ര സത്യമാണ് പറഞ്ഞതല്ലേ? അയൽപ്പക്കത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറയാൻ നല്ല രസമാണ്. മറ്റുള്ളവൻ്റെ കുറ്റങ്ങളും അവൻ്റെ മോശപ്പെട്ട സ്വഭാവവും പറഞ്ഞു നടക്കാൻ നമുക്ക് വലിയ ആനന്ദമാണ്. പക്ഷെ നമ്മൾ എത്ര മോശപ്പെട്ടവരാ, ഈ ഞാനടക്കം നമ്മൾ എത്ര മോശപ്പെട്ട ആളുകളാണ്. നമ്മളെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹുവേ ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, എൻ്റെ അടുത്തുള്ളൊരു മോശം സ്വഭാവം ഇതാണ്. നമ്മളെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. എന്നാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ പെർഫെക്റ്റാണ്. അവനെ ഉപദേശിക്കാനും അവൻ്റെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കാനും. ഇങ്ങനെയാണോ നിങ്ങളുടെ സ്വഭാവം? നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യതയില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒമ്പതാമതായിട്ട് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന കാര്യം,
അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, വെള്ളം, പാനീയം എന്തായിക്കോട്ടെ, അതിന് നമ്മൾ അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്കൊരാൾ ഉപകാരം ചെയ്തു തന്നാൽ, അല്ലേ, നമ്മൾ ഒരു വഴിയിൽ കുടുങ്ങി കിടക്കുമ്പോൾ ഒരാൾ നമുക്ക് പണം തന്ന് സഹായിച്ചാൽ, അല്ലെങ്കിൽ വാഹനത്തിൽ ലിഫ്റ്റ് തന്ന് സഹായിച്ചാൽ, നമ്മൾ അദ്ദേഹത്തോട് താങ്ക്സ് പറയില്ലേ, നന്ദി പറയില്ലേ, ശുക്ർ പറയില്ലേ, ജസാഖല്ലാഹ് ഖൈറ, നമ്മൾ എന്തൊക്കെ പറയും അല്ലേ? നേരെ മറിച്ച് നിങ്ങൾക്ക് തന്ന അന്നപാനീയങ്ങൾക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? വയറ് നിറച്ചൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാ അല്ലാഹ്, നീ തന്ന അനുഗ്രഹമാണ് ഈ ഭക്ഷണം, അള്ളാഹുവേ ഇതിന് കിട്ടാത്തൊരുപാട് ആളുകളുണ്ട്, അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ, ഇപ്പം എൻ്റെ വയറ് നിറച്ച് തന്നതുപോലെ അള്ളാഹുവെ മരണം വരെ എന്നെ പട്ടിണിക്കിടല്ലേ, ഈ തന്ന ഭക്ഷണത്തിന് അൽഹംദുലില്ലാ റബ്ബേ നിനക്ക് നന്ദി നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ? ഞാനടക്കം. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നീച്ച് പോയി കൈ കഴുകി നമ്മൾ മറ്റ് പ്രവൃത്തിയിലേക്ക് കിടക്കല്ലേ? തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക, ശുക്ർ ചെയ്യുക, അത് അള്ളാഹു ദുആ ചെയ്യാൻ സ്വീകരിക്കാൻ ഏറ്റവും നല്ലതാണ്. നമ്മളത് ചെയ്യുന്നില്ല. അള്ളാഹു നമ്മളെ നന്ദിയുള്ള അടിമകളാക്കി തരട്ടെ, ആമീൻ. അതുപോലെ തന്നെ 10ാമതായിട്ട് ബഹുമാനപ്പെട്ടവരെ നമ്മളെ പഠിപ്പിക്കുന്നത്, 10ാമതായി പറയുന്നത്, മരണപ്പെട്ടു പോയ ഒരാളെ നമ്മൾ ഖബറടക്കം ചെയ്യുന്നു, അല്ലേ? ഖബറടക്കി ആ വീട്ടിൽ നിന്ന് നമ്മൾ തിരിച്ചു പോരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ചിന്ത പോലും, അതിൽ നിന്നും ഒരു പാഠം പോലും നമ്മൾ ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് സത്യം. ശരിയല്ലേ? വളരെ ശരിയല്ലേ? നമ്മൾ എത്രയെത്ര കുടുംബങ്ങളാണ് മരണപ്പെട്ടു പോയത്, എത്രയെത്ര അയൽവാസികളും എത്രയെത്ര കൂട്ടുകാരുമാണ് നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയത്, എത്ര മരണങ്ങളാണ് ദിവസവും നമ്മളെ കാതിൽ കേൾക്കുന്നത്. നമ്മളത് കേട്ടിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഖബറടക്കം നമ്മൾ കണ്ടിട്ട്, പടച്ചോനെ നാളെ ഇതേപോലെ ഞാൻ മരിക്കുമ്പോൾ 4 ആളുകൾ കൂടി എന്നെ മയ്യത്ത് മറമാടി അവരങ്ങ് പോകുമല്ലോ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ മരണത്തെക്കുറിച്ച്, നമ്മളുടെ ഖബർ ജീവിതത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നു, മരണം, ഖബർ ജീവിതം, നമ്മൾ മരിച്ച് മറമാടി നമ്മൾ പോന്നു കഴിഞ്ഞാൽ ആ മരിച്ച വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചോ നമ്മൾ ഉൾക്കൊള്ളൊരു ഉത്ബോധമുള്ളവരാകുന്നില്ല, നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നതാണ് സത്യം. അത്തരം ആളുകളുടെ ദുആ അള്ളാഹു സ്വീകരിക്കില്ല. എന്നോട് പല ആളുകളും പറയാറുണ്ട്, ഉസ്താദേ ദുആ ചെയ്തു മടുത്തു, എന്തൊക്കെ ദിക്റുകളുണ്ടോ സ്വലാത്തുകളുണ്ടോ എല്ലാം ചെയ്തു, പക്ഷേ ഒരു മാറ്റമില്ല. എന്താണ് അള്ളാഹു ദുആ സ്വീകരിക്കാത്തത്? അതിന് കാരണമാണ് ഞാൻ ഈ എണ്ണിയ 10 കാര്യങ്ങൾ. ഈ എണ്ണിയ 10 കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ച് നമ്മുടെ ജീവിതത്തിലുള്ളതാണെങ്കിൽ, മാറ്റേണ്ടതാണെങ്കിൽ മാറ്റി, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട പാഠങ്ങളാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നല്ല സ്വാലിഹീങ്ങളായി ജീവിക്കാൻ ഖാലിഖായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരട്ടെ. നമ്മുടെ വെള്ളിയാഴ്ചയുടെ മജ്ലിസ് ആരും മറക്കണ്ട, വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്കാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.